الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عباد الله وصيكم إياي بتقوى الله. സാധാരണ 1.5 മണിക്കൂർ നേരാണ് ഒരു ക്ലാസ് ഉണ്ടാവാറ്. എന്നാൽ ഇന്ന് അത് 1.25 മണിക്കൂറിൽ കൂടുതലായിട്ടും നമുക്ക് യാതൊരു മുഷിപ്പും തോന്നിയില്ല എന്ന് മാത്രമല്ല, എല്ലാവരും ഈ ക്ലാസ്സിൽ ലയിച്ച് ഇരിക്കുകയായിരുന്നു എന്ന് ഓരോരുത്തരുടെയും ഈ ടെക്സ്റ്റിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തീർച്ചയായും ഈ ക്ലാസ്സിൽ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ആകൃഷ്ടനായി എന്ന് മാത്രമല്ല, എനിക്ക് സത്യമാണ് എനിക്ക് സംസാരിക്കാൻ വയ്യ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മറ്റു സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ ദാരിമി ഉസ്താദ് വളരെയേറെ വിശദമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ഔസാഫുകളും നമുക്ക് വിവരിച്ചു തരുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന അവസ്ഥയാണ് സത്യത്തിലുണ്ടായത്. നൂർ ഫൈസി ഉസ്താദിന്റെ സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവിടത്തോടൊപ്പം നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ശ്രമത്തെ സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാന്യരായ ഉസ്താദ് അബ്ദുൽ ജലീൽ ദാരിമിയുടെ ഈ ശ്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും ഇത്തരത്തിലുള്ള ക്ലാസുകൾ നടത്തി തന്നുകൊണ്ട് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ ധന്യമാക്കാൻ എല്ലാ കഴിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ഇൽമിൽ ബറക്കത്ത് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ക്ലാസുകളെയൊക്കെ അപേക്ഷിച്ച് ഇന്നലെ ഇതിനായി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ ക്ലാസുകളും ഒന്നിനൊന്ന് മെച്ചം എന്ന നിലക്ക് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ക്ലാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ അവയവങ്ങളെക്കുറിച്ചും ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽച്ചുവട്ടിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുന്നത് പോലെ മദീനയുടെ മണലാരണ്യത്തിൽ ഇങ്ങനെ നമ്മൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ ചുവട് വെച്ച് അവിടുത്തെ നോക്കി അതിന്റെ ആ ഭംഗി ആസ്വദിച്ചുകൊണ്ട്, എന്നാൽ മുഴുവനും ആ ശരീരത്തിലേക്ക് നോക്കാൻ നമ്മളുടെ കണ്ണുകൾക്ക് ശക്തിയില്ലാതെ നമ്മളിങ്ങനെ കഴിയുന്ന ഒരവസ്ഥ തീർച്ചയായും ഇവിടെ എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന്റെ പ്രകാശത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുടെ രൂപഭാവ ഭേദങ്ങളെക്കുറിച്ചുമെല്ലാം ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് വളരെ വിശദമായി വിവരിച്ചു തരികയുണ്ടായി. ജുമ്മത്തും ലുമ്മത്തും ലുഫ്റത്തും അതുപോലെ തന്നെ ലഫീറത്തും അഖീസത്തും ഗദായിറുമെല്ലാം അതിന്റെ ഓരോ വിശദാംശങ്ങൾ അതിലേക്ക് ആഴത്തിലിറങ്ങി ചെന്നുകൊണ്ട് തന്നെ എന്താണ് മുടിയുടെ ഓരോ അവസ്ഥ, എത്രയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉണ്ടായിരുന്നത്, മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ കാന ഖറബു ഇലാ മൻകിബിഹി ചുമലിനോട് അടുത്ത ഭാഗത്ത് വരെയാണുണ്ടായിരുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അതിന്റെ ഓരോ വശങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. അപ്പോ കാലികമായുള്ള ചില സംഭവ വികാസങ്ങളെയൊക്കെ അതിനോട് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ നമ്മുടെ ക്ലാസ് റൂമിൽ ഏതെങ്കിലും സംശയാലുക്കളായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് സാധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഇറങ്ങുകയാണെങ്കിൽ അത് ചുമൽ വരെയായിരുന്നു ഉണ്ടായിരുന്നത്, അതിന്റെ താഴോട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ എങ്ങനെയാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടായത്? മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും മറ്റു സഹാബിമാരെ തൊട്ടുമൊക്കെ സഹാബിയാത്തുകളെ തൊട്ടുമൊക്കെ എങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നു?
ചിലരൊക്കെ ഇലാ ഷഹ്മത്തി ഉദ്നൈഹി എന്നും ചിലരൊക്കെ ഇലാ മങ്കിബൈഹി എന്നുമൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായത് എന്നും ഉസ്താദ് വിശദീകരിച്ചു. അത് ഒന്നുകിൽ ചില മുടി വെട്ടാൻ സമയം അധികരിക്കുമ്പോഴാണ് സാധാരണഗതിയിലുണ്ടാകല് പെരടിയുടെ മുകൾ ഭാഗം വരെയാണ്, കൂടുമ്പോഴാണ് അല്പം താഴോട്ടിറങ്ങാറുള്ളത്. അതല്ലെങ്കിൽ തലമുടിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മുടിയുടെ നീളമാണ് ആ പറഞ്ഞത് എന്നൊക്കെ വളരെ വ്യക്തമായി വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളെയും ഉസ്താദ് ജമ്മു ചെയ്തുകൊണ്ട് നമുക്ക് വിശദീകരിച്ചു തരികയുണ്ടായി. എങ്ങനെയായിരുന്നാലും ഏതു രൂപത്തിൽ നോക്കിയിരുന്നാലും ഇന്ന് കേരളത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് പോലുള്ള ഒരു മുടി, അതിന്റെ അസല് അബുദാബിയിലുള്ളതുപോലുള്ള ഒരു മുടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് ഇത്രയും വിശദമായി 2 മണിക്കൂറോളം നീണ്ട സത്യസന്ധമായ അവതരണത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമിതമായി മുടി നീട്ടി വളർത്തി വന്ന ഒന്നിലധികം സഹാബികളെ അതിന്റെ പേരിൽ അനിഷ്ടം പ്രകടിപ്പിച്ചതും അങ്ങനെ പിന്നീട് അവർ ആ മുടി ചെറുതാക്കി വന്നതും, അങ്ങനെ ചെറുതാക്കി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വേദനിപ്പിച്ചതിൽ, അവർക്ക് വിഷമം നേരിട്ടതിൽ അവരോട് ക്ഷമ ചോദിക്കുന്നതോടൊപ്പം അങ്ങനെ മുടി ചെറുതാക്കി വെട്ടിയതിന്റെ പേരിൽ അവരെ പുകഴ്ത്തി പറഞ്ഞതും ഒക്കെ ഇവിടെ ചേർത്ത് വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു വല്ലാതെ മുടി നീട്ടി വളർത്തുക എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ചെയ്തിരുന്നു എന്ന് ഇല്ലാത്ത ഒരു കാര്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തി പറയുകയും അതോടൊപ്പം സ്ത്രീകളുടെ ശരീരം പോലെ സ്ത്രീകളുടെ മുടി പോലെ മുടി നീട്ടി വളർത്തിക്കൊണ്ട് ചന്തിക്കെട്ട് വരെ നീളുന്ന 1 മീറ്ററൊക്കെ നീളമുള്ള മുടി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കുക വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ളവർക്ക് വെറുക്കുന്ന ഒരു കാര്യം സ്വന്തം ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വക്രീകരിച്ച് മനസ്സിലാക്കിയതിന്റെ ഫലമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് മനസ്സിലാക്കാനുള്ള തൗഫീഖിന്റെ അഭാവം കൂടിയാണത് എന്നും ഉസ്താദ് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയുണ്ടായി. അതും കൂടെ നമുക്ക് അവിടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നും കൂടെ ഈ വിനീതമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ വായിൽ ഇബ്നു ഹുജ്റിനോടും അതുപോലെ തന്നെ മഹാനായ ഖുറൈം റളിയല്ലാഹു അൻഹുമായി 2 സഹാബികളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുടി നീട്ടിയതിനെക്കുറിച്ച് അനിഷ്ടം പ്രകടിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഏതായിരുന്നാലും ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ഇന്ന് നമ്മൾ ഇവിടെ പരസ്യപ്പെടുത്തിയതുപോലുള്ള രീതിയിൽ ഒരു രീതി തങ്ങൾ ഒരിക്കലും പാലിച്ചിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ തങ്ങൾ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ദീർഘമായി അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിനെക്കുറിച്ചും അത് ഒരു ചുവപ്പ് കലർന്ന നിറമായിരുന്നു, അതല്ലെങ്കിൽ കണ്ണ് അല്പം ഭംഗി അധികരിപ്പിച്ചു തോന്നുന്ന രൂപത്തിൽ വലിപ്പമുള്ള കണ്ണുകളായിരുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിന്റെ വിശേഷണവും അതുപോലെ തന്നെ മടമ്പുകാലിനെ കുറിച്ചും അതുപോലെ തങ്ങളുടെ നെഞ്ചിനെക്കുറിച്ചും നെഞ്ചിൽ നിന്ന് താഴോട്ടിറങ്ങിയ രോമങ്ങളെക്കുറിച്ചും അതുപോലെ തങ്ങളുടെ മുഖത്തിന്റെ പ്രകാശത്തിന്റെ രീതിയെക്കുറിച്ചും എല്ലാം നമുക്ക് വളരെ വിശദമായി തന്നെ ദീർഘമായ നേരം ഒരു വാക്കുപോലും വിട്ടുകളയാൻ സാധിക്കാത്ത രൂപത്തിൽ കൃത്യമായി അതിന്റെ വശങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. മഹാനായ നമ്മുടെ മങ്കൂസ് മൗലൂദിൽ സാധാരണ നമ്മൾ പറയാറുള്ള ഭാഗങ്ങളാണ് മിക്കവാറും ഉസ്താദ് ഓർമ്മിപ്പിച്ചത് എന്നുകൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സാധാരണ നമ്മൾ ഓതിപ്പോകാറുണ്ട്. അങ്ങനെ മങ്കൂസ് മൗലൂദിൽ ഒരു മഹാനായ അലി ഇബ്നു സൈദ് റഹ്മഹുല്ലാഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഒരു അടുത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അയൽപക്കക്കാരനായിരുന്ന ഒരു ദിമ്മിയായ മനുഷ്യൻ ഇദ്ദേഹം അഥവാ പിന്നെ റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കഴിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ കളിയാക്കിയതിന്റെ ഫലമായി പിന്നീട് ആ ദിമ്മിയായ മനുഷ്യന് മനസാന്തരമുണ്ടായതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടതും ആ സ്വപ്നത്തിൽ കണ്ട രൂപം വിശദീകരിക്കുന്നത് മഹാനായ അലി ഇബ്നു സൈദ് റഹ്മത്തുള്ളാഹി തആല തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അത് നമ്മൾ സാധാരണ വായിച്ചു പോകാറുള്ളതാണ്. അത്
ففتحت له الباب فدخل وهو يقول لا إله إلا الله محمد رسول الله فقلت ما شأنك قال رأيت الليلة رجلا حسن الوجه طيب الرائحة عظيم الهيبة أزج الحاجبين سهل الخدين إذا تكلم فعليه البهاء وإذا صمت فعليه الوقار حلو المنطق إذا طلع تقول هذا البدر المنير وإذا مشى يفوح منه المسك والعنبر ما أحسن وجهه وما أطيب رائحة എന്നിങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ജലീൽ ദാരിമി പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും ഇതിൽ ചെറുതായ രൂപത്തിൽ ഈ റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അതിന്റെ വിശദമായ ഒരു അവതരണം തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് നടത്തി തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഹിജ്റയുടെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ഉമ്മു മഅബദ് എന്ന ഒരു സഹോദരിയുടെ ഖൈമയുടെ അടുത്തുകൂടെ പോകുന്നതിന്റെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഉമ്മു മഅബദിന്റെ വീട്ടിൽ കയറിയതും അവിടെ നിന്ന് പിന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുന്നവരും അവിടെ അവരുടെ പാലില്ലാത്ത ആടുകളെ കറന്ന് അത്ഭുതം കാണിച്ചു കൊടുത്തതും അങ്ങനെ ആ പാലില്ലാത്ത ആടിന്റെ അകിട്ടിൽ നിന്ന് പാല് കിട്ടിയതും ആ ചരിത്രവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉമ്മു മഅബദ് എന്നവര് അവരുടെ ഭർത്താവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരപ്രകൃതി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ആ വിശദീകരിച്ചു കൊടുക്കുന്നതിലും ഇതുപോലുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ വഹ്സനു മിൻക ലം തറ ഖത്തു ഐനി واجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت ما تشاء كأنك قد خلقت كما تشاء واحسن منك لم تر قط عيني. ഓ പ്രിയപ്പെട്ട നബി, അങ്ങയേക്കാൾ ഭംഗിയുള്ള ഒന്നും എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. വാജുമലു മിൻകലം തലിദിൻ നിസാഉ, അങ്ങയേക്കാൾ സൗന്ദര്യവാനായ ഒരാളെ ലോകത്ത് ഒരു പെണ്ണും ഇന്നേ വരെ പ്രസവിച്ചിട്ടില്ല. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി, എല്ലാ തരത്തിലുള്ള ന്യൂനതകളെ തൊട്ടും ഒഴിവായ രൂപത്തിലാണ് അങ്ങ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അങ്ങ് എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതേ രൂപത്തിൽ അള്ളാഹു അങ്ങയെ പടച്ചതുപോലുണ്ട് എന്ന് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പാടിയതിന്റെ എല്ലാ അർത്ഥവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉള്ളതായി നമുക്ക് കാണാൻ സാധിച്ചു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അവതരണത്തിൽ നിന്ന് എന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉസ്താദിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. വീണ്ടും ഇതുപോലെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി കാര്യമായ ഇതുപോലുള്ള പാഠങ്ങൾ നൽകി അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന കാരണങ്ങളിലേക്ക് അടുപ്പിക്കാൻ നമ്മുടെ ഉസ്താദുമാർക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വരുന്ന തങ്ങളോട് യോജിക്കാത്ത ഔസാഫുകൾ ആര് അവിടത്തോട് ചേർത്തി പറഞ്ഞാലും അതിനെയൊക്കെ ശക്തിയുക്തം നേരിട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുദാഫഅത്ത് ചെയ്യാൻ, തങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങളെ തകർത്ത് തരിപ്പണമാക്കി തടഞ്ഞു വെക്കാനുള്ള എല്ലാ കരുത്തും ഇസ്സത്തും ആഫിയത്തും തൗഫീഖും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സമസ്തയുടെ നേതാക്കന്മാർക്കും അതിന്റെ ഖാദിമീങ്ങളായ നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകി ആദരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട ഉസ്താദിനും ഇവിടെ ഈ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർക്കെല്ലാവർക്കും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ എല്ലാ നന്ദിയും കടപ്പാടും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഏതെങ്കിലും ആളുകൾക്ക് ഈ വിഷയകമായി വല്ല സംശയവുമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അതിന് മറുപടി നൽകുന്നതാണ്. കർത്താക്കൾക്ക് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസുലാക്കി കൊടുക്കട്ടെ. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അവിടുത്തെ മദ്ഹുകൾ നമ്മൾ പറഞ്ഞതിന്റെ പാടി പുകഴ്ത്തിയതിന്റെ ഒക്കെ ഹഖ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും മുറാദുകൾ ഹാസുലാക്കി തരട്ടെ. അവിടത്തോട് കൂടുതൽ മഹബ്ബത്ത് വർദ്ധിക്കാൻ ഇതൊക്കെ അല്ലാഹു തആല കാരണമാക്കി നമ്മളെ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, ഞാന് ചോദ്യം ചോദിക്കാനല്ല, നമ്മളെ KCR റൂമിലെ
ഉസ്താദന്മാരുടെ പ്രസംഗങ്ങളും അവരെ നബിയെ കുറിച്ചുള്ള ആ വർണ്ണിക്കലും കേട്ട് സത്യം പറയണമെങ്കിൽ കണ്ണു നിറഞ്ഞു പോയി. നൂർ ഫൈസ് ഉസ്താദ് പറഞ്ഞ മാതിരി എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. നമ്മളെ മുത്തുനബിനെ ഇത്രയും ഒരു തെരുവ് പെണ്ണുങ്ങളെ മുടി കൊടുന്നിട്ട് ഇത്രയും അതപ്പതിപ്പിച്ച പ്പിക്കുന്ന ഇവ പോലുള്ള ഈ ആൾക്കാരെ ഈ ഇത്രയും എങ്ങനെ പറയാന്ന് എനിക്കറിയാനില്ല. അത്രയും പറയുകയാണെങ്കിൽ പിന്നെ നമ്മളെ കുറെ സുഹൃത്തുക്കള്, കുറെ ഒരു റഫീഖ് ഒരാള് ഇപ്പോ നമ്മൾ എന്നോട് പറഞ്ഞ് പ്രത്യേകം പോകാൻ 3 മാസമായിട്ട് റൂമിലിരിക്കാണ്, ജോലിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരാള് എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ നാട്ടില് നമ്മളെ നബിദിന റാലിക്ക് മുന്നോടിയായി പതാക ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ടായി. അതായത് ഇപ്പോ ഞങ്ങളെ മഹല്ല് ഇപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് SSFിലെ കുറച്ച് ഭാരവാഹികളാണ്. നമ്മളെ സമസ്ത മദർസയും നമ്മളെ സമസ്ത പള്ളിയുമാണ്. അപ്പോ ആ സ്ഥലത്ത് നിന്ന് അവരുടെ കൊടി വന്നു, അവരെ കൊടി ഉയർത്തണം എന്ന് പറഞ്ഞൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി. ആ പ്രശ്നം നമ്മളെ പിള്ളേര് എല്ലാരും കൂടി ആ കൊടി പിടിച്ച് വലിച്ചെറിഞ്ഞ് ഹലോ, അസ്സലാമു അലൈക്കും. എന്താ മൈക്ക് കട്ടായി തോന്നുന്നുണ്ട്? ആ സുഹൃത്തല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് മൈക്കെടുക്കും എന്ന് കരുതിയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഏതായാലും അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായ, മനസ്സും കരളും കുളിരണിയിക്കുന്ന ഒരു ക്ലാസ്, വളരെ സന്തോഷദായകമായ ഒരു ക്ലാസ്സിന് ശേഷം ഈ വിഷയത്തിൽ ഇനി എന്ത് സംശയം ചോദിക്കണം, അത്രമാത്രം പരിപൂർണമായ വിഷയമാണല്ലോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. സംശയത്തിന് ഇട നൽകാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔസാഫുകളെ കുറിച്ച് ഒരു സംശയം ചോദിക്കാൻ ഒന്നുമില്ല. ഏതായാലും വളരെ സമ്പൂർണമായ ഒരു ക്ലാസ്, അൽഹംദുലില്ലാഹ്. ഈ ക്ലാസ് ഇനിയും മറ്റു ദിവസങ്ങളിലും തുടർന്ന് നമുക്ക് ലഭിക്കണം എന്ന് വളരെ അധികം ആഗ്രഹമുണ്ട്. ഉസ്താദുമാർ അത് പൂർത്തീകരിച്ചു തരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാനൊരു ചെറിയ വിഷയത്തിലേക്ക്, ഒരു കവി പാടിയതുപോലെ, ബലഗൽ ഉലാ ബികമാലിഹി കശഫദ് ദുജാ ബിജമാലിഹി ഹസനത്ത് ജമീഉ ഖിസാലിഹി സല്ലു അലൈഹി വആലിഹി എന്ന് പറഞ്ഞതുപോലെ, പരിപൂർണമായ സമ്പൂർണത കൊണ്ട് അങ്ങ് അവിടുന്ന് ഉയരങ്ങളിലെത്തി. സൗന്ദര്യം കൊണ്ട് ഇരുട്ടകറ്റി തമസ്സകറ്റി എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ കാര്യമായ ചോദ്യങ്ങളൊന്നുമില്ല. എങ്കിലും ഒരു സംശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത സൗന്ദര്യം ബഹുമാനപ്പെട്ട നമ്മുടെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിന് ലഭിച്ചതിന്റെ ഇരട്ടിയോളം സൗന്ദര്യമാണല്ലോ. അപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അതിന്റെ സൗന്ദര്യം വർണ്ണിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ സുലൈഖ ബീവി സ്ത്രീകളെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ പലരും ആ സൗന്ദര്യത്തിൽ മതിമറന്നുകൊണ്ട് കൈവിരൽ മുറിച്ചു കളഞ്ഞു എന്നാണല്ലോ ചരിത്രം. അപ്പോ അതുപോലെ
അപ്പൊ അത്രമാത്രം സൗന്ദര്യം യൂസുഫ് നബി അലൈഹി സ്വലാമിനുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയോളം വരുന്ന സൗന്ദര്യമുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം അത് കണ്ടാൽ, ആ സൗന്ദര്യം ദർശിച്ചാൽ സ്ത്രീകളെന്നല്ല ഏത് പുരുഷന്മാരും ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്നു പോകുമെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്രയും വലിയ ഒരു സൗന്ദര്യത്തിനുടമയായ ആ തിരുനബിയുടെ സൗന്ദര്യം പരിപൂർണമായും ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ, അല്ല അതിന്റെ ഒരു അല്പഭാഗം മാത്രമാണോ നമുക്ക് ദർശിക്കാൻ സാധിച്ചിട്ടുള്ളത്? ബാക്കി സൗന്ദര്യത്തിന്റെ പരിപൂർണമായ സൗന്ദര്യം മഅ്ശറയിൽ വെച്ചാണോ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കാരണം ആ സൗന്ദര്യം അത്ര പരിപൂർണമായ ഒരു സൗന്ദര്യം, നമ്മൾ സൂര്യനെ നോക്കും പോലുള്ള അത്ര വലിയ സൗന്ദര്യം നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുമോ, ദർശിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് എനിക്കൊരു സംശയമുള്ളത്. അതോടുകൂടെ നമ്മുടെ കണ്ണിയത്ത് ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ ആ മുഖം നിങ്ങൾ സ്വപ്നത്തിലും കണ്ടിട്ടില്ലേ എന്ന് കണ്ണിയത്ത് ഉസ്താദൊക്കെ ചോദിച്ചിരുന്നു എന്ന് പറയുന്നത് കേട്ടിരുന്നു. അപ്പൊ അങ്ങനെയുള്ള മഹാന്മാരൊക്കെ പല തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലൊക്കെ ദർശിച്ചിരുന്നു എന്നാണല്ലോ നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പാവപ്പെട്ട നമ്മളൊക്കെ എത്രമാത്രം ഭാഗ്യം കെട്ടവരാണ് എന്നുള്ള ഒരു വിലാപം കൂടി ശരിക്കും മനസ്സിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് ആ തിരുമുഖം ഒന്ന് മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണുവാനെങ്കിലും സാധിക്കണേ എന്ന് എല്ലാവരും ആത്മാർത്ഥമായി എനിക്ക് വേണ്ടിയും നമുക്ക് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ മൈക്കൂടെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, അത് പറയേണ്ട ഒരു വിഷയമായിരുന്നു, ഞാൻ മറന്നുപോയത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യസിഫു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല കാന യതഉ ബിഖദമൈഹി ജമീഅൻ ലൈസ ലഹു അഹ്മസുൻ. റസൂലുള്ളാഹിയുടെ കാല്, ചെരുപ്പടിക്കാലിന് ഉള്ളംകാലുണ്ടായിരുന്നില്ല. സാധാരണ നമ്മുടെയൊക്കെ കാലിന് അടിഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അത് നിലത്ത് തട്ടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെയില്ല. കാല് മുഴുവനും യതഉ ബിഖദമൈഹി ജമീഅൻ, കാല് ചെരുപ്പടിക്കാല് മുഴുവനും നിലത്ത് തട്ടുന്ന കാലായിരുന്നു, അടിയിൽ ഉള്ളംകാലും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മൈമൂന ബിന്ത് ഖർദം റളിയല്ലാഹു അൻഹ അവർ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയി, ഞാനും എന്റെ ഉപ്പയും കൂടി പോയി. അവരൊന്ന് കുട്ടിയാണ്. വഹുവ അലാ നാഖത്തിൻ ലഹു, റസൂലുള്ള ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. വാനമാബി, ഞാൻ എന്റെ ഉപ്പയും കൂടി പോയതാണ്. വബിദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒരു വടിയൊക്കെ ഉണ്ട്. ഞാൻ റസൂലുള്ള ഒരു ഒട്ടകത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് എന്റെ ഉപ്പ ചെന്നു. ഫഅഖദ ബിഖദമിഹി, എന്റെ ഉപ്പ റസൂലുള്ളാഹിയുടെ കാല് പിടിച്ചു. റസൂലുള്ള ഒട്ടകത്തും ഇരിക്കുകയാണല്ലോ, റസൂലുള്ളാഹി തങ്ങളുടെ കാല് പിടിച്ചു. ഫഅഖറ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാല് പിടിച്ചപ്പോൾ റസൂലുള്ളാഹി കാല് പിടിക്കാൻ സമ്മതം കൊടുത്തു, കാണിച്ചു കൊടുത്തു. അങ്ങനെ ആഗ്രഹിച്ച് ചെല്ലുന്ന ആളുകൾക്ക് ബർക്കത്ത് കിട്ടാനല്ല ചെല്ലുന്നത്, അതിനു വേണ്ടി കാല് പിടിച്ചപ്പോൾ റസൂലുള്ളാഹി അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അവർ പറയാണ്, ഫമാ നസീതു തൂല ഇസ്ബായി ഖദമിഹി സബ്ബാബത്തി അലാ സാരി അസാബിഹി, കാലിന്റെ വിരലുകളിൽ തള്ളവിരലിനോട് അടുത്തു നിൽക്കുന്ന വിരൽ, കാലിന്റെ വിരലുകളിൽ സബ്ബാബത്ത്, തള്ളവിരലിന്റെ അടുത്തു നിൽക്കുന്ന വിരൽ മറ്റുള്ള വിരലുകളെക്കാൾ കുറച്ച് നീളം കൂടുതലുണ്ടായിരുന്നു. അത് മറ്റു വിരലുകൾക്കാൾ, ചില ആളുകൾക്ക് അങ്ങനെ കണ്ടിട്ടില്ലേ, കാലിന്റെ തള്ളവിരലിന്റെ അടുത്തു നിൽക്കുന്ന വിരൽ ചെറുതായി നീളം കൂടുതലുള്ള വിരലായിരുന്നു എന്നുകൂടി വന്നിട്ടുണ്ട്. ആ വിഷയം ഒന്ന് പറയാ, അത് വിട്ടുപോയതായിരുന്നു. ചോദ്യത്തിൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗി പൂർണ്ണമായി നമുക്ക് ദുനിയാവിൽ ആസ്വദിക്കാൻ കഴിയുമെന്നാണ് ചോദ്യത്തിന്റെ ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭംഗി രണ്ട് തരത്തിലാണ്. ഇപ്പൊ ഈ പറയുന്ന ശരീരത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള ഭംഗിയും അതിനേക്കാൾ അപ്പുറം ആത്മീയമായ ഭംഗിയും, ഇതെല്ലാം ഒരുമിച്ച് കൂടിയതാണ് റസൂലുള്ളാഹി. അത് നമ്മളിപ്പോ വിവരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി പറഞ്ഞത്,
റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കശംസി തൽഹറു ലിൽ ഐനൈനി മിൻ ബുഅദി സഗീറതൻ വതുകില്ലു തർഫ അൻ അമമീന എന്ന് പറഞ്ഞിട്ടില്ലേ? കണ്ണിന് നോക്കി കാണാൻ കഴിയില്ല, അങ്ങകലെ നിൽക്കുന്ന സൂര്യനെ നോക്കി കാണുന്നത് പോലെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മളത്രേ കണ്ടിട്ടുള്ളൂ. ഈ ഭൗതികമായ കാഴ്ച തന്നെ നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാനുള്ള കണ്ണ് വരത്തില്ല. അങ്ങകലെ നിൽക്കുന്ന സൂര്യനെ കണ്ടതുപോലെയാണ്. അത് തന്നെ നോക്കാൻ നമുക്ക് കഴിയണില്ലല്ലോ. അതുകൊണ്ട് തന്നെ സഹാബത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് മാ കാന അഹദു യുഹിദ്ദു തർഫ ഇലൈഹി, റസൂലുള്ളാഹിയെ ആരും നല്ലവണ്ണം ശ്രദ്ധിച്ചു നോക്കാറില്ല, കഴിയില്ല. അതിന് റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക്, റസൂലുള്ളാഹിയുടെ മുന്നിൽ ഇരിക്കുമ്പോഴൊക്കെ സഹാബത്ത് തല താഴ്ത്തിയാണ് ഇരിക്കുക. ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിയുടെ മുന്നിൽ കാണിച്ചിരുന്ന അദബ്, തഅദ്ദുബിനെ സംബന്ധിച്ച് ഒരു ക്ലാസ് ഇനി വരാനുണ്ട്. ആരും റസൂലുള്ളാഹിയിലേക്ക് നേരെ കണ്ണുരുട്ടി കണ്ണ് നിറയെ നോക്കില്ല, കണ്ണ് നിറയെ നോക്കാൻ കഴിയില്ല. റസൂലുള്ളാഹിയെ സംബന്ധിച്ച് എനിക്കൊന്ന് വിവരിച്ചു തരണമെന്ന് പറഞ്ഞാൽ എനിക്കതിന് സാധിക്കില്ല. ചില സാഹിബിമാരങ്ങനെ പറഞ്ഞത്, കാരണം എനിക്ക് കണ്ണ് നിറയെ നോക്കാൻ ധൈര്യം വന്നിട്ടില്ല. അങ്ങനെ നോക്കി എന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോൾ എല്ലാവരും തല താഴ്ത്തിയാണ് ഇരിക്കാറുള്ളത്. നമസ്കാരത്തിനൊക്കെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ തല താഴ്ത്തിയിരിക്കും. സിദ്ദീഖ് എന്നവരും ഉമർ ഇബ്നു ഖത്താബ് എന്നവരും മാത്രമാണ് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കുക. അവരോട് റസൂലുള്ളാഹി ഇങ്ങോട്ടും ചിരിക്കും. ബാക്കി എല്ലാവരും തല താഴ്ത്തിയാണ് ഇരിക്കാറുള്ളത് എന്നൊക്കെ കാണും, ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിയെ കാണാനുള്ള കണ്ണ് ഏതർത്ഥത്തിലായാലും നമുക്ക് ഇവിടെ ഇല്ല. ഇപ്പൊ ഇതൊക്കെ അവർ നേരെ അടുത്തറിഞ്ഞത്, നേരെ മനസ്സിലാക്കിയത്, വർഷങ്ങളായി അവർ കണ്ടു ജീവിച്ചു, ഒപ്പം ജീവിച്ചവരല്ലേ. അതവർ നമുക്ക് വിവരിച്ചു തന്നു. അതിൽ നിന്നൊരു ഭാഗം നമ്മൾ മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലും നേരെയും എല്ലാ നിലക്കും കാണാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. അതിനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. പ്രധാനമായി സ്വലാത്ത് തന്നെയാണ് അതിനുള്ള വഴി. നാം നമ്മുടെ ജീവിതത്തിൽ ശുദ്ധി നിലനിർത്തുകയും റസൂലുള്ളാഹിയുടെ മേൽ സ്വലാത്ത് മുറുകെ പിടിക്കുകയും, കണ്ടേ പറ്റൂ എന്നുള്ള നിർബന്ധത്തോടു കൂടെ തന്നെ സ്വലാത്ത് മുറുകെ പിടിക്കണം, കാണന്നെ വേണം. ആ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു തൗഫീഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. പലരും കണ്ടിട്ടുണ്ട്. കാണുക എന്നത് ഒരു അസംഭവ്യമൊന്നുമല്ല, കാണാനൊക്കെ സാധിക്കും. അതിനുള്ള ഒരു യോഗ്യത നമ്മൾ നിലനിർത്തണമെന്ന് മാത്രം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒരു സംശയം ചോദിക്കാണ് ഉസ്താദ്. പിന്നെ ഈ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേശം നീണ്ടു കൊണ്ടിരിക്കുന്നു എന്ന് AP ഭാഗം വാദിക്കുന്നുണ്ടല്ലോ. ഇതിന് ഹദീസിന്റെ വല്ല അടിസ്ഥാനവുമുണ്ടോ? അതേപ്രകാരം തന്നെ ലോകത്ത് മറ്റെവിടെയെങ്കിലും ഇതേമാതിരി ഈ കേശം നീളുന്നതായിട്ട് സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മോനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ ആ മുടി നിലനിൽക്കുമ്പോൾ തന്നെ ചുമലിനേക്കാൾ താഴോട്ട് ഇറങ്ങും വീതം നീണ്ടിട്ടില്ല എന്നാണ് ഇപ്പൊ ഹദീസുകളിൽ നമ്മൾ കണ്ടത്. അങ്ങനെ നീളാറില്ല. അപ്പൊ ജീവിതകാലത്ത് ചില ആളുകൾക്ക് മുഅ്ജിസത്ത് അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞ ജീവിതകാലത്തേ ഉള്ളൂ, വഫാത്തിന്റെ ശേഷം ഇല്ല എന്ന് പറയുന്ന മദ്ഹബുകാരാണല്ലോ നീണ്ടെന്ന് പറയണത്. റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞതിന്റെ ശേഷം കത്തുകയില്ല എന്ന ഖുസൂസിയത്ത് അത് നിലനിൽക്കില്ല എന്ന് ഒരുത്തൻ പറയാം. റസൂലുള്ളാഹിയുടെ മുടി കത്തുകയില്ല, അത് ജീവിതകാലത്താണ്, വഫാത്തിന് ശേഷം അല്ല ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് വേറൊരുത്തൻ. എന്നിട്ടോ കൊണ്ടുവന്ന മുടി വൈക്കോലും കെട്ട് പോലത്തെ ഒരു മുടിയാണ്. അപ്പൊ എന്ത് ചെയ്തു? അവിടെ ആ ഖുസൂസിയത്ത് നിലനിർത്തുകയും ചെയ്യും. അത് നീളും, സ്വന്തം നീളും. റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് തന്നെ നീളാറില്ല. ഏറിയാൽ ചുമല് വരെയാണ്. ഇത് രണ്ടിന്റെയും ഇടയിലാണ് റസൂലുള്ളാഹിന്റെ മുടിയെന്നാണ് റസൂലുള്ളാഹിക്ക് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത് റസൂലുള്ളാഹിന്റെ സ്വഹാബിയായ അനസ് എന്നവർ പറയുന്നത്. അതാണ് അതിന്റെ മാനദണ്ഡം. എന്നല്ലാതെ അങ്ങനെ ഒരു വിഷയം ഇല്ല. ഇവരെ തന്നെ ഇപ്പോ ഇയാള് അബുദാബിക്കാരൻ കൊടുന്നെടുത്ത മുടിക്കാണ് ഇപ്പൊ നീളാന്നുള്ള ഏർപ്പാട് പറയണല്ലോ. എന്നാ ഇതിന്റെ മുൻപ് ബോംബെക്കാരിൽ നിന്ന് കിട്ടിയ മുടി 2-3 കൊല്ലം മുമ്പ് അവിടെ ഉണ്ടല്ലോ, അത് എത്ര കൊണ്ട് നീണ്ടിട്ടുണ്ടാണാവോ?
അങ്ങനെ നീളുകയാണെങ്കിൽ ബോംബെക്കാരുടെ അടുത്തുള്ള മുടിക്കെട്ടുകൾ ഇപ്പൊ നീണ്ടു കുടുങ്ങിണ്ടാവൂല അയാള്. ബോംബെക്കാരൻ മുടി നീണ്ടിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇയാളടുത്ത് പിന്നെ ഒരു കഷ്ണം നീളാനുള്ളൂ, മറ്റത് ആകെ നീളൽ തന്നെയായിരിക്കും. അപ്പൊ അതൊക്കെ വെറുതെ നുണ പറയാം. അത് ആദ്യം അങ്ങനെ പറഞ്ഞു നോക്കി, അത് സ്വയം നീണ്ടുപോകുന്നു, അത് സ്വയം വിരിയുന്നു, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു നോക്കി. അതിന് തെളിയിക്കാൻ കഴിയാതിരുന്നപ്പോഴാണ് പിന്നെ പറഞ്ഞത് 6 കൊല്ലം അമീദ് വൈസിനെ റൂമിൽ അടച്ചിടണം, എന്നാ പിന്നെ റസൂലുള്ളാഹിന്റെ മുടി എത്ര കൊണ്ട് നീളുന്നു അറിയാ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതിലൊന്നും ഒരു കാര്യമില്ല, അതൊക്കെ പച്ച നുണ പറഞ്ഞുണ്ടാക്കുകയാണ്. ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് നുണയാണ് ഈ പറയുന്നത് എന്ന്. ഇപ്പോഴും അത് പ്രദർശിപ്പിക്കുകയും റസൂലുള്ളാഹിന്റെ പേരിൽ അത് വെച്ച് കെട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ആഖിബത്ത് എന്താ സംഭവിക്കുക നമുക്ക് കാത്തിരുന്ന് കാണാം. അള്ളാഹു കാക്കട്ടെ. കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. പിന്നെ സോ എൻ്റെ ഒരു ചോദ്യം, കാരണം സാധാരണഗതിയിൽ മൗലൂദിന്റെ സദസ്സുകളിൽ അതുപോലെ ഖുതുബിയത്തിന്റെ സദസ്സുകൾ ചില ആളൊക്കെ പറയുന്നത് കേൾക്കാം, എത്രമാത്രം ശരിയുണ്ടെന്നറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് അതായത് അവർ പ്രത്യക്ഷപ്പെടുന്ന രീതിയിലൊക്കെ ചില പരാമർശങ്ങളാണ്. അവരുടെ അർവാഹാണോ ഇല്ല തിരുശരീരത്തോടു കൂടിയുള്ള പ്രത്യക്ഷപ്പെടലാണോ എന്താണെന്ന് അറിയില്ല. അങ്ങനെ ചില പരാമർശങ്ങൾ ഞാൻ പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണ്? ഓക്കെ, അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മഹാന്മാരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹാന്മാരുടെ റൂഹുകൾ അതിന് പറ്റുന്ന പ്രത്യേകമായ സദസ്സുകളിൽ പ്രത്യക്ഷപ്പെടും. അതിൽ സംശയമൊന്നുമില്ല. അവരുടെ അർവാഹുകൾ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അത് പല സ്ഥലങ്ങളിലും അവരുടെ അർവാഹുകളെ കാണപ്പെടാം. അത് ഇപ്പൊ മഹാന്മാരുടേത് എന്നല്ലെങ്കിൽ തന്നെ ചില ആളുകളുടേത് അവർ സ്ഥിരമായി ഉണ്ടാകാറുള്ള സ്ഥലങ്ങൾ, സ്ഥിരമായി അവരുടെ കാണപ്പെടുന്ന രൂപങ്ങളിലും അവരുടെ റൂഹുകളെ കാണപ്പെടാൻ പറ്റും. റൂഹുകൾക്ക് അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ പറ്റും. മഹാന്മാരുടെ സദസ്സുകളിൽ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ റസൂലുള്ളാഹിയുടെ പ്രത്യക്ഷപ്പെടൽ ഉണ്ടാകാറുണ്ട് എന്നൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ തുടങ്ങി അതിന് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ അർവാഹുകളും മലായിക്കത്തും ഒക്കെ പങ്കെടുക്കുകയും പ്രത്യക്ഷപ്പെടുകയും അതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നവർക്ക് ബഹുമാനപ്പെട്ട ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് മലക്കുകൾ വരാറുണ്ട്, കുശലം പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്, നേരം പോക്കിന് വേണ്ടി വന്നിരിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ചരിത്രത്തിലുണ്ടല്ലോ. എന്നതുപോലെ അതിന് പറ്റുന്ന ആളുകളുടെ യോഗ്യതകൾക്കനുസരിച്ച് അത്തരം ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അവർ പ്രത്യക്ഷപ്പെടും. അതൊക്കെ അവരുടെ അർവാഹുകളാണ്. ഹലോ, കേൾക്കാമോ? എൻ്റെ ഒരു ചെറിയൊരു ഉപചോദ്യം കൂടി. ഹലോ, കേൾക്കാമോ? എസ് അടിക്കും പ്ലീസ്. ഓക്കെ. പിന്നെ സാർ, നമ്മൾ ഈ മൗലൂദ് ചെല്ലുമ്പോൾ നിൽക്കുന്നതിന്റെ അടിസ്ഥാനം ചില രീതിയിൽ അത് തിരുശരീരം പ്രത്യക്ഷപ്പെടും, അങ്ങനെ അതുകൊണ്ടാണോ? ഈ നിൽക്കുന്നതിന്റെ അടിസ്ഥാനം എന്താ? മൗലൂദ് ചെല്ലുമ്പോൾ നമുക്ക് ഇരുന്ന് ചെല്ലുന്ന, ഞാൻ സുന്നി തന്നെയാണ്, ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി ചോദിക്കാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലൂദിന്റെ സദസ്സിൽ റസൂലുള്ളാഹി പ്രത്യക്ഷപ്പെടുന്ന സദസ്സായെങ്കിൽ തീർച്ചയായിട്ടും നിൽക്കണമല്ലോ അവിടെ. റസൂലുള്ള പ്രത്യക്ഷപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ റസൂലുള്ള ഹാജറാകും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ റസൂലുള്ള വരുന്നിടത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം. അത് അതിന്റെ അനുബന്ധമാണ്. മഹാന്മാരായ സ്വഹാബത്ത് നമ്മൾ അശ്റക്ക ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചെല്ലുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് അങ്ങനെ നിൽക്കണോ വേണ്ട എന്ന ചർച്ചയൊക്കെ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. നിൽക്കുന്നത് കൊണ്ട് ഒരു വിരോധവുമില്ല. അത് റസൂലുള്ളാഹിയുടെ ഹുദൂർ, അതായത് ഇപ്പോ ചില വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ കൈമാറി പോരുന്നത്, നമ്മൾ കുറച്ച് ആളുകൾ കൂടി അശ്റക്ക ചെല്ലാൻ നിന്നാൽ, അല്ലെങ്കിൽ ഷറഫുലന മൗലിദ് ചെല്ലാനിരുന്നാൽ അവിടെ റസൂലുള്ള നമ്മുടെ സദസ്സിൽ വരുമോ? അതെ, റസൂലുള്ള നമ്മുടെ സദസ്സിൽ വരുമോ? ഇല്ലേ? അത് പറയാം, നമ്മുടെ സ്ഥിതിഗതികൾക്കനുസരിച്ച് അത് വ്യത്യാസപ്പെടും. പക്ഷെ ഇത് രചിക്കുകയും അത് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ചെല്ലുകയും
അതിന്റെ ആളുകൾ, അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന്മാരായ ആളുകൾ അത് ചെല്ലുമ്പോൾ അവരുടെ അനുഭവത്തിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് ചില വിഷയങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അത് ആ രൂപത്തിൽ നമുക്കത് കൈമാറി കിട്ടുകയാണ്. അത് നമ്മൾ ഓരോരുത്തരും ചെല്ലുന്നിടത്ത് അത് ഉണ്ടാകോ ഇല്ല എന്നുള്ളത് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്യാം. അതിനെ തുടർന്നുകൊണ്ട് അവരങ്ങനെ ചെയ്തു, അവരുടെ സദസ്സിൽ അങ്ങനെ ഉണ്ടായി, ആ നിലക്കാണ് അത് നമുക്ക് കൈമാറി കിട്ടുന്നത്. അതുകൊണ്ട് ചെയ്യുന്നതും ആവാം. ഏതായാലും മൊത്തത്തിൽ നിൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് പറയുമ്പോഴാണ്, വിലാദത്തിനെ സംബന്ധിച്ച് പറയുമ്പോഴാണ്. അപ്പൊ റസൂൽ അങ്ങോട്ട് ഹാജരാവുന്ന, നമ്മളിലേക്ക് സന്നിഹിതനാകുന്ന ഒരു രംഗം പോലെയാണത്. ഫവലദത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കന്നഹുൽ ബദ്റു ഫീ തമാമി. വിലാദത്തിനെ അങ്ങോട്ട് പറയുമ്പോഴാണ് നമ്മൾ. അപ്പൊ റസൂലുള്ളാഹി നമ്മിലേക്ക് ഇങ്ങോട്ട് ആ ഒയന്ന് മറ്റെവിടെങ്കിലൊക്കെ ആലോചിച്ച് ഒരു ഒയന്ന മൗലിദല്ല. യഥാർത്ഥത്തിൽ നമ്മൾ റസൂലുള്ളാഹിയെ മനസ്സിൽ ഹാജരാക്കിയും കൊണ്ട് ആത്മാർത്ഥമായി ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റസൂലുള്ള പ്രസവിച്ചു വീണു എന്നിങ്ങോട്ട് പറയുമ്പോൾ എഴുന്നേൽക്കും, സ്വാഭാവികമാണ് എഴുന്നേൽക്കും. മഹാന്മാരായ സ്വഹാബിമാർ റസൂലുള്ള ഹിജ്റ പോയപ്പോ മദീനയിലേക്ക് വന്നപ്പോ എന്ത് ചെയ്തു? അവർ ഇതേപോലെ നിന്നുകൊണ്ട് റസൂലുള്ളാഹിയെ ആദരിക്കുകയും തലാൽ ബദർ ചൊല്ലുകയും ദഫ്മുട്ടുകയും അതുപോലെ തക്ബീർ ധ്വനികൾ മുഴക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പൊ റസൂലുള്ള വന്ന ആ രംഗത്ത് എന്ത് ചെയ്യുക? ആദരിച്ചുകൊണ്ടുള്ള ഒരു നിൽക്കലും ഒരു പ്രത്യേക രൂപം കാണിക്കലാണത്. അപ്പൊ റസൂലുള്ള നമ്മിലേക്ക് വന്നു പ്രസവിച്ചു വീണു എന്നിങ്ങോട്ട് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗമാണ്, ആ ഒരു ബഹുമാനത്തിന്റെ ഭാഗമാണ്. അത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സു കൊടുത്തുകൊണ്ട് തുടക്കം മുതലേ ശ്രദ്ധിച്ചുകൊണ്ട് ചെല്ലി വരുമ്പോൾ അവസാനം അതിങ്ങോട്ട് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ആ മഹബത്തിന്റെ ഭാഗമായി എഴുന്നേറ്റ് നിൽക്കൽ വരും. അതുകൊണ്ടാണ് അത് പണ്ഡിത ലോകം അംഗീകരിച്ചു വന്നതും. അതിലൊന്നും തെറ്റില്ല, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. അതിലൊന്നും തെറ്റില്ല, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഉസ്താദെ, ഈ പുത്തനഴി ഉസ്താദിന്റെ ഒരു പുസ്തകം ഞാൻ ഇന്ന് വായിക്കാനിടയാൽ, ചെറിയൊരു പുസ്തകമാണ് നബിദിനത്തെ കുറിച്ച്. അപ്പൊ അതിലൊരു ചെറിയൊരു ടൈറ്റിൽ മൗലീദിലെ നൃത്തം എന്ന് പറഞ്ഞിട്ട് അതിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചെറിയൊരു 4-5 വരെയുള്ള ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസവാവസരവും ദുനിയാവിലേക്കുള്ള ആഗമന സന്ദർഭവും പറയുമ്പോൾ സാധാരണ എഴുന്നേൽക്കാറുള്ളതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരു ശരീരത്തോടു കൂടി മൗലൂദ് സദസ്സുകളിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ചില തെറ്റായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അതൊരിക്കലും ശരിയല്ല. ഇത്തരം വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ സ്ഥാനത്തെ അവഗണിക്കുന്നതാണത്രേ. ഇതൊന്ന് എന്താണ് എനിക്ക് വായിച്ച മനസ്സിലാകത്താണോ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ഉസ്താദ് ഈ പറഞ്ഞ കേട്ടില്ല. നിങ്ങൾ ചോദിക്കുമ്പോ ചോദ്യം ചോദിക്കുമ്പോൾ പിന്നെ മറുപടി പറയുമ്പോൾ ശ്രദ്ധ വേറെ എവിടെയെങ്കിലും അവിടെ പ്രത്യക്ഷപ്പെടുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹാണ് എന്നൊക്കെ ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മൂപ്പരിപ്പോ ശരീരത്തോടു കൂടി പ്രത്യക്ഷപ്പെടുമ്പോൾ അത് ഒരിക്കലും അതിനെ കുറിച്ചാണ് പുത്തനയ്യ പറഞ്ഞത്. നിങ്ങൾ ആ വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇപ്പൊ പുത്തനയുടെ പുസ്തകത്തിൽ റസൂലുള്ളാഹിന്റെ റൂഹെ പെടൂല എന്നാ പറഞ്ഞത് അല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടിയോടുകൂടി വരും എന്ന് ചില ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട്. ആ വിശ്വാസം ശരിയല്ല എന്നല്ല പുത്തനഴി പറഞ്ഞത്. അത് ഇവിടെ ജലീൽദാരിയും പറഞ്ഞിട്ടില്ല. ജലീൽദാരി പറഞ്ഞത് എന്താണ്? ജലീൽദാരി പറഞ്ഞത് റൂഹയോടുകൂടി റൂഹ പ്രത്യക്ഷപ്പെടും എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് ശ്രദ്ധിക്കണം എന്ന് ആദ്യമായിട്ട് അറിയിക്കും. ഞാൻ അടുത്ത ആൾക്കാർ എടുത്തോളി. വെറുതെ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഈ നല്ലൊരു ക്ലാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔസാഫൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കൊക്കെ നല്ല ഭക്തിയും നല്ലൊരു റഹബത്തും ഒരു സ്നേഹമൊക്കെ ഉണ്ടാക്കി ഇടുന്നതിന്റെ ഇടയിൽ ഇനി അതിനാ കൊസറാക്കൊള്ളിയിട്ട് ഈ സമയത്ത് നിൽക്കരുത് എന്ന് അറിയിക്കാൻ അടുത്ത ആൾക്കാർ മൈക്കിടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് അറിഞ്ഞില്ലെന്ന് അറിയില്ലെന്ന് ശരിക്കും കട്ടൊരു ചോദ്യം പ്രസക്താവുമെന്നുള്ള ചോദ്യം റസൂലുള്ളാഹി വിവരിക്കുന്നത് കഴിഞ്ഞു. മഹറുകൾ, താടി, മീശ എന്നിവയെ കുറിച്ചിട്ടുള്ള രൂപഭംഗി എങ്ങനെയായിരുന്നു എന്നൊന്ന് വിശദീകരിച്ചു തരണം. അതുപോലെ തന്നെ മഹാനവറുകളുടെ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് പുറത്ത് പറയാൻ പാടുണ്ടോ എന്നും ഒന്ന് അറിയിക്കണം.
കട്ടുണ്ട് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ചോദ്യം ഓക്കെ, ചോദ്യം ഇനി ആവർത്തിക്കണോ ഉസ്താദെ? ചോദ്യം കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങൾ ചോദ്യം കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഉസ്താദ് കേട്ടിട്ടുണ്ടെങ്കിൽ മറുപടി തരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. കൂടുതൽ ആളുകൾ കേട്ടിട്ടില്ല എന്ന് പറയുന്നത് നെറ്റിനുള്ള പ്രശ്നമുണ്ട്, ക്ഷമിക്കണം. അതെന്റെ ചോദ്യം എന്താ വെച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെ കുറിച്ച് ഉസ്താദ് നന്നായിട്ട് പറയുന്നത് ശരിക്കും എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുണ്ടായി. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി, മീശ എന്നിവയുടെ രൂപഭംഗി ഒന്ന് വിവരിച്ചു തരണം. അതുപോലെ തന്നെ റസൂലിനെ നമ്മൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് പുറത്ത് പറയാൻ പാടുണ്ടോ എന്നുകൂടി അതിന്റെ കൂട്ടത്തിലൊന്ന് വിശദീകരിച്ചു തരാം. അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. താടിയെ സംബന്ധിച്ച് അതിൽ വന്നത് ഞാൻ പറഞ്ഞല്ലോ, കസൽ ലിഹയത്തി എന്ന് പറഞ്ഞാല് റസൂലുള്ള കസീറ ഷാരി ലിഹയത്തി എന്നൊക്കെ ഉണ്ട്. താടിയുടെ മുടി നല്ല തിങ്ങിയ താടിയായിരുന്നു. തിങ്ങിയ താടി എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് താടി രോമം ഉണ്ടാകും, പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ മുളച്ചത് ഉള്ളത് തന്നെ വളരെ കുറഞ്ഞ ഉള്ളിൽ നിന്ന് തൊലി കാണുന്ന തരത്തിലുള്ളത് പല തരത്തിലുണ്ടാവുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഉള്ളു തിങ്ങിയ താടിയാണ്, തിങ്ങിയ നിൽക്കുന്ന പരന്നു നിൽക്കുന്ന താടിയായിരുന്നു എന്ന് വേറെ ചില റിപ്പോർട്ടുകളിലുമുണ്ട്. മീശയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല. പറയുന്നത് രൂപത്തിൽ ഈ റിപ്പോർട്ടുകളൊന്നും ഞാൻ കൃത്യമായി കണ്ടിട്ടില്ല. പിന്നെ റസൂലുള്ളാഹിയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടത് റസൂലുള്ളാഹിയെ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അത് വലിയ ഒരു നിഅമത്താണ്, വലിയ ഒരു അനുഗ്രഹത്തിലേക്കുള്ള വഴിയും കൂടിയാണ്. അപ്പൊ അള്ളാഹു ആത്മീയമായ എന്തെങ്കിലും ഉന്നതിയോ ഉയർച്ചയോ തരാൻ ഉദ്ദേശിക്കുന്നു എന്നാണോ അതിന്റെ അർത്ഥമെങ്കിൽ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതിനെ സൂക്ഷിക്കുന്ന പോലൊക്കെ സൂക്ഷിക്കേണ്ടി വരും. ഞാനിങ്ങനെ റസൂലുള്ളാഹിനെ കണ്ടു, അങ്ങനെ പിന്നെ ഇപ്പൊ നാളെ ആരോ പറയുന്നിട്ട് ചില ആളുകളെ സംബന്ധിച്ച് അവര് നേരം കൊണ്ട് വെളുത്തിരുന്നാല് പിന്നെ ഒരാൾ പറയും ഞാൻ ഇന്നലെ നബിനെ കണ്ട രൂപം കൊണ്ട് വിശദീകരിക്കും. അപ്പൊ അടുത്ത ആൾ അതിനേക്കാളപ്പുറം കണ്ടിട്ടുണ്ടായിരിക്കും, അപ്പൊ മൂപ്പര് ആ രൂപത്തിലൊന്ന് വിശദീകരിക്കും. ഇങ്ങനെ റസൂലുള്ളാഹിയെ കാണുക, അങ്ങനെയുണ്ടല്ലോ ചില ആൾക്കാർ. റസൂലുള്ളാഹിയെ സ്വപ്നം കാണാനും കുറെ ആൾക്കാരെ ഏൽപ്പിക്കുക, എന്നിട്ട് അവർ സ്വപ്നം കാണുക വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, എന്നിട്ട് അങ്ങോട്ട് വിളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് വേണ്ടപ്പെട്ട ആള് ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വപ്നം കാണാനൊക്കെ നടക്കുക. ഇതൊക്കെ ദുരുപയോഗങ്ങളാണ്. അതുപോലെ ചില ദുരുദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് കാഴ്ചകളെ സംബന്ധിച്ച് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസിന്റെ പരിധിയിൽ പെട്ടുകൊണ്ടാണെങ്കിൽ അള്ളാഹു ചെയ്തു തന്ന നിഅമത്ത് ഏറ്റവും വലിയ നിഅമത്താണ്. അത് നമുക്ക് പറയാൻ പറ്റുന്ന ആളുകളോട് അവരോട് പറഞ്ഞാൽ അതിന്റെ ഗുണങ്ങളെ സംബന്ധിച്ചും പിന്നീട് അയാൾ സൂക്ഷിക്കേണ്ടെന്നയും അയാൾക്ക് അള്ളാഹു തുറക്കാൻ സാധ്യതയുള്ള ഖൈറിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ പറ്റുന്ന ആളുകളോട് പറയാം. അവരിൽ നിന്ന് അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ കേൾക്കാം. അതേ സ്ഥാനത്ത് ഞാൻ ഇപ്പൊ വലിയൊരാളായിട്ടുണ്ട്, എനിക്ക് മോശമൊന്നുമില്ല, ഞാനൊക്കെ നബിനെ സ്വപ്നം കണ്ടിട്ടുണ്ടൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളിൽ ഒരു അഹങ്കാരം തോന്നുന്ന തരത്തിലാണെങ്കിൽ അത് പറയാനും പാടില്ല. അതെല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ. ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളവരോട് മാത്രം പറയാന്ന് മാത്രം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ സാധാ ഒരു ചെറിയ സംശയത്തോടു കൂടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി ചീകി വെക്കുന്നത് എങ്ങനെയായിരുന്നു? നേരെ പിറകോട്ടായിരുന്നോ, അല്ല നെടുകെ നെറുകയിട്ടിട്ട് രണ്ട് വശങ്ങളിലേക്ക് ചീകിയിരുന്നോ, വലതുവശം കൊണ്ട് തുടങ്ങിയിരുന്നു ആദ്യം എന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരുന്നു എന്നൊന്ന് വിശദീകരിക്കാം നന്നായിരുന്നു. പിന്നെ മറ്റൊരു ചോദ്യം കൂടി ഒരാൾ PM ൽ ചോദിച്ചതാണ്. അതായത് ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല, ഉസ്താദിന്റെ മുമ്പത്തെ വിഷയം അത് പറഞ്ഞിരുന്നോ? ഞാൻ കേട്ടില്ല. എന്നാലും ഓക്കെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല, മുമ്പ് ഉസ്താദ് പറഞ്ഞിരുന്ന വിഷയത്തിലായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ആമിന ബിബി റളിയല്ലാഹു അൻഹയെ മൗലൂദിലൊക്കെ പറയുമ്പോൾ അവരുടെ പേരിൽ തർലിയത്ത് ചെല്ലാറുണ്ടല്ലോ, അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? മറ്റൊരാളുടെ ചോദ്യമാണ് അത്. അദ്ദേഹത്തിന് ഉസ്താദിന്റെ ഭാഗത്ത് തന്നെ മറുപടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. മുടി ചീകിയിരുന്നത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യം റസൂലുള്ളാഹി നെറുകിലെ മുടി
മുന്നിലേക്ക് നെറ്റിയുടെ 2 ഭാഗത്തേക്കായി ഇറക്കിയിടാറാണ് പതിവ്. നെറ്റിയുടെ മുന്നിലേക്കല്ല, നടുഭാഗത്തേക്കല്ല, 2 ഭാഗത്തേക്കായി ഇറക്കിയിടാറാണ് പതിവുള്ളത്. പിന്നീട് അത് മാറ്റി തലയുടെ നടുഭാഗത്ത് നിന്ന്, മധ്യത്തിൽ നിന്ന് 2 ഭാഗങ്ങളിലേക്കായി ചീകിടലാണ് പിന്നീട് റസൂലുള്ളാഹി ചെയ്തിരുന്നത്. തലയുടെ മധ്യഭാഗത്തു നിന്ന് 2 സൈഡിലേക്കായി ചീകിടലാണ് പിന്നീട് ചെയ്തിരുന്നത്. അതാണ് പിന്നെ നിലനിന്നതും. അത് വലതുഭാഗത്തു നിന്നാണ് ചെയ്യേണ്ടത്. അത് പിന്നെ എല്ലാ കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും വലതിനെ മുന്തിക്കൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന പരിധിയിൽ അത് പെടും. അതുകൊണ്ട് ആദ്യം വലതുഭാഗം ചെയ്യുക, പിന്നെ ഇടതുഭാഗം ചെയ്യുക. അത് തലയുടെ മധ്യഭാഗത്തു നിന്നാണ് റസൂലുള്ളാഹി ചെയ്തിരുന്നത്. പിന്നെ ആമിന ബീവിയുടെ കാര്യത്തിൽ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആമിന ബീവിയെ സംബന്ധിച്ച് മൊത്തം എന്നല്ല, ആ പത്രത്തിന്റെ കാലഘട്ടത്തിലുള്ള ആളുകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ അവിടെയും വരും. പണ്ഡിതന്മാരിൽ 2 നിലപാട് വിശദീകരിച്ചവർ ആ കൂട്ടത്തിലുണ്ട്. ഏതായാലും അതിൽ ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും എന്നല്ല പല ദലീലുകളും ഏറ്റവും പിൻബലം നൽകുന്നത് അവരൊക്കെ രക്ഷപ്പെട്ടവരും നല്ലവരും സ്വർഗാവകാശികളും ആണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് അവിടെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മറ്റേത് നിലപാടുകൾ ഉണ്ടാവാം, അതേത് വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിത ലോകത്തുണ്ടാവുന്നത് പോലെ ഉണ്ടാവും. നാം അവിടെ വളരെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 3 മണിക്കൂറോളം നീണ്ടുനിന്ന നൂറുൻ അലാ നൂർ ഇതോടുകൂടി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഞാൻ ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി അദ്ദേഹത്തിന് കേരള ഇസ്ലാമിക് ക്ലാസ് പേരിൽ നന്ദി അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അല്ലാഹുവിന് വളരെയധികം തൃപ്തിപ്പെട്ട ഒരു അമലായി ഖബൂൽ ചെയ്യട്ടെ. ഇത് ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം ലഭിക്കുന്ന നല്ല അമലായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.